Hello dear students, welcome back to another online class. We are discussing the 5th chapter of plus 2 business studies and the name of our chapter is organizing and this is your 4th class. ഇത് നിങ്ങളെ നാലാമത്തെ ക്ലാസ് ആണ്, അഞ്ചാമത്തെ പാഠം ഓർഗനൈസിംഗ് എന്ന ചാപ്റ്റർ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഫങ്ഷണൽ സ്ട്രക്ചർ. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മീനിങ്? ദ ടേം ഓർഗനൈസേഷൻ സ്ട്രക്ചർ refers to a pattern of relationship deliberately designed by the top management with an intention of achieving the organizational objectives. And the first one is a functional structure. In the case of functional structure, the entire organization will be divided into different departments based on different functions to be performed in a company. ഓർമ്മയില്ലേ, കമ്പനിയിൽ പെർഫോം ചെയ്യേണ്ട വ്യത്യസ്ത ഫങ്ഷൻസിന്റെ ബേസിലാണ് ഒരു കമ്പനിയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഇന്ന് പഠിക്കുന്നത് രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം. ഒരു കമ്പനിയാണ്, ആ കമ്പനി ഉണ്ടാക്കുന്ന 3 പ്രൊഡക്റ്റുകൾ നോക്കുക. ഒന്നാമത്തത് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്. ഒരു കമ്പനിയാണ്, ഒരു കമ്പനി തന്നെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മേഖല, അതായത് മരുന്ന് മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതേ കമ്പനി തന്നെ മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനി, അതേ സെയിം കമ്പനി തന്നെ. ക്ലിയർ? മൂന്നാമതായിട്ട് ആ കമ്പനി തന്നെ അയൺ ഇൻഡസ്ട്രി, അതായത് ഉരുക്ക് മേഖലയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അയൺ ഓറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മറ്റു പല അയൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഇരുമ്പ് അധിഷ്ഠിത വ്യവസായം കൂടെ ആ കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനി 3 വ്യവസായങ്ങൾ അല്ലെങ്കിൽ 3 ടൈപ്പ് ബിസിനസ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നു, അതുപോലെ മെഡിസിൻസ് ഉണ്ടാക്കുന്നു, കൂടാതെ അയൺ ഇരുമ്പിന്റെ പ്രൊഡക്റ്റുകൾ, ഇരുമ്പ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫങ്ഷണൽ സ്ട്രക്ചർ സൂട്ടബിൾ ആണോ? ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസും മെഡിസിൻസിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസും കൂടാതെ തേർഡ് ടൈപ്പ് ആയിട്ടുള്ള അയൺ ബേസ്ഡിന്റെ ബിസിനസ്സിന് വേണ്ടുള്ള റോ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് വേണ്ടുന്ന ഫണ്ട് കണ്ടുപിടിക്കാനും കൂടാതെ മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ബിസിനസ്സിന് വേണ്ടുന്ന ഫണ്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ ലാർജ് സൈസ്ഡ് കമ്പനി, കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ലാർജ് സൈസ്ഡ് കമ്പനികൾക്ക് ഏത് സ്ട്രക്ചർ സ്യൂട്ടബിൾ അല്ല? ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ അല്ല. ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് പ്രൊഡ്യൂസിംഗ് മോർ ദാൻ 1 product and relatively huge investment is needed in each product. ഓരോ പ്രൊഡക്റ്റിലും ഇനിയിപ്പം മോർ ദാൻ 1 product ഉണ്ടാക്കുന്ന കമ്പനിക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്പനി തുടങ്ങി 5 അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതുക. ഒന്ന്, ഒരു കോമ്പ്, മുടി വാരുന്ന ചീർപ്പ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തത് സേഫ്റ്റി പിൻ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തത് റബ്ബർ ബാൻഡ്. ഈ 3 ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് മതി? ഫങ്ഷണൽ മതി. കാരണം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്റ്റുകളല്ല, സിമ്പിൾ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ഓട്ടോമൊബൈൽ ഉണ്ട്, അയൺ മേഖലയിലുണ്ട്, ട്രാവൽ മേഖലയിലുണ്ട്, ടെലികോം മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ബിസിനസ് ഉള്ള കമ്പനിയാണ് ടാറ്റ. ആ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ കമ്പനിക്ക് എന്ത് സ്യൂട്ടബിൾ അല്ല? ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ അല്ല. അപ്പം ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ലാർജ് സൈസ്ഡ് കമ്പനികൾക്ക് എന്ത് സ്യൂട്ടബിൾ അല്ല? ഫങ്ഷണൽ സ്ട്രക്ചർ സൂട്ടബിൾ അല്ല. അങ്ങനെയുള്ള കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ സ്ട്രക്ചറാണ്, രണ്ടാമത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ പേരാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ള മക്കളെ. ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഫങ്ഷണൽ സ്ട്രക്ചർ. In functional structure, the entire business activity will be divided into different departments based on different functions, and this structure is not suitable for companies producing more than 1 product, and relatively huge investment is needed in each product.
So the second type of divisional organization structure, that is divisional structure. It is also known as product structure. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ആവശ്യമുള്ള സ്ട്രക്ചറിന്റെ പേരാണ് divisional structure. It is suitable for large organizations having different products or having business in different areas, and if huge investment is needed in each product. It is suitable for large companies having producing different products or having business in different areas. അപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഒരുപാട് വൈഡ് ഏരിയ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കമ്പനികൾക്കും. ഇപ്പോൾ ഈ ഡിവിഷണൽ സ്ട്രക്ചർ ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിവിഷണൽ സ്ട്രക്ചർ ഫോർ പ്രൊഡക്റ്റും ഡിവിഷണൽ സ്ട്രക്ചർ ഫോർ ടെറിട്ടറി. ആ ടെറിട്ടറി എന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല, പഴയ സിലബസിൽ ഉണ്ടായിരുന്നു, പുതിയ സിലബസിനകത്ത് അതില്ല. അതുകൊണ്ട് ആ ഡിഫറെന്റ് ഏരിയ ഇപ്പോൾ അത് ഡിവിഷണൽ സ്ട്രക്ചർ ഫോർ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ LICയെ സംബന്ധിച്ചിടത്തോളം LICക്ക് ഉള്ളത് ഡിവിഷണൽ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ആ LIC സർവീസ് ആണ് കൊടുക്കുന്നത്. ആ കമ്പനി യൂസ് ചെയ്യുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ ഫോർ ടെറിട്ടറി എന്നൊരു സംഭവം. അപ്പൊ അത് നമുക്ക് പഠിക്കാനില്ല. ഇപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയാം. ഞാനിത് കൂടുതൽ വൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്താകെ പടർന്നു കിടക്കുന്ന കമ്പനികൾക്കോ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇതിന്റെ മറ്റൊരു പേര് പ്രൊഡക്റ്റ് സ്ട്രക്ചർ എന്നുകൂടി ഉണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. Divisional structure is the division of organization on the basis of products. Divisional structure is the division of a company on the basis of its products. In this structure, the products come under similar category, are grouped together, and it is called a division. ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഒരു ഡിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Each division will be under the charge of a separate manager. ഓരോ ഡിവിഷനും ഒരു ഹെഡ് ഉണ്ടായിരിക്കും. Each division may be subdivided into production, sales, finance, personnel, etc. ഓരോ ഡിവിഷൻസിനെയും ആവശ്യമാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്നും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ചിത്രം നോക്കുക. ഈ കാണുന്നത് ഒരു കമ്പനി 4 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 4 ടൈപ്പ് ബിസിനസ് ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രൊഡക്റ്റ് സിമെന്റ് ആണ്, സിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തത് ടെക്സ്റ്റൈൽസ്, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തത് ഫുഡ്, ഭക്ഷണ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സും ഈ കമ്പനിക്കുണ്ട്. നാലാമത്തെ ഏരിയ ഫുഡ്വെയർ, ചെരുപ്പ്, നമ്മുടെ ചപ്പൽ കൂടെ ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുക, ഈ കമ്പനിയെ അൾട്ടിമേറ്റ് ആയിട്ട് അതിന്റെ MD, മാനേജിംഗ് ഡയറക്ടർ കൺട്രോൾ ചെയ്യുന്നു. ആ MDയുടെ അണ്ടറിൽ 4 ഡിവിഷൻസ്, 4 ഫങ്ഷണൽ ഏരിയാസ് അല്ല, 4 ഡിപ്പാർട്ട്മെന്റ് അല്ല, 4 ഡിവിഷൻസ് ആണ്. ഒന്നാമത്തെ ഡിവിഷൻ സിമെന്റ് ഡിവിഷൻ, രണ്ടാമത്തെ ഡിവിഷൻ ടെക്സ്റ്റൈൽസ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ ഫുഡ് ഡിവിഷൻ, ഫോർത്ത് വൺ ഫുഡ്വെയർ ഡിവിഷൻ. ഇനി ഇതിൽ ഓരോ ഡിവിഷന്റെ അണ്ടറിലും, ഇപ്പൊ ഇതിൽ ചിത്രത്തിൽ ഫുഡിന്റെ അണ്ടറിൽ മാത്രമാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുത്തത്. ഫുഡിന് മാത്രമല്ല, സിമെന്റിന് എന്തുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, ഫൈനാൻസ്. ടെക്സ്റ്റൈൽസിനും പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ഫുഡ്വെയറിനും ഇതേപോലെ മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊഡക്ഷൻ, ഇങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡിവിഷന്റെ അണ്ടറിലും എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിന്റെ പേരാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന്. ഓരോ ഡിവിഷന്റെ അണ്ടറിലും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്ന പേര്, ഡിവിഷണൽ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കണം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജ് പഠിക്കാം. ഇതിന്റെ ബെനഫിറ്റ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. The first advantage of divisional structure is, അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ചിത്രം ഉണ്ടായിരിക്കണം. The first advantage of divisional structure is product specialization. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. Product specialization is possible because managers gains experience in all functions related to a product.
ഈ കൊടുത്തിരിക്കുന്ന ചിത്രം ഇതിന് സ്യൂട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാള് പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബേക്കറിക്കകത്ത് എല്ലാ ദിവസവും ഈ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിൽ എക്സ്പെർട്ടോ, ആ മേഖലയിലുള്ള ആൾക്കാർ അതിൽ എക്സ്പെർട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെയുള്ള ജോലിക്കാർ, ഇവിടെയുള്ള മാനേജേഴ്സ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇതിനകത്ത് ഇപ്പം സിമെന്റ് ഉണ്ടാക്കുന്ന കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജർ, സിമെന്റ് ഉണ്ടാക്കുന്ന കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജർ അയാൾ ഏതിൽ എക്സ്പേർട്ട് ആയിരിക്കും? സിമെന്റിന്റെ പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആയിരിക്കും. അയാൾക്ക് ഒരു കാരണവശാലും ടെക്സ്റ്റൈൽസിന്റെ പ്രൊഡക്ഷനോ ഫുഡിന്റെ പ്രൊഡക്ഷനോ ഫുഡ്വെയറിന്റെ പ്രൊഡക്ഷനോ അറിയണമെന്നില്ല. അപ്പൊ അതാണ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ട് മാറും. Product specialization is possible because managers gains experience in all functions related to a particular product. ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്, particular product എന്ന term. Next one, helps in fixing responsibility. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, helps in fixing responsibility. Divisional heads are accountable for profit. So, responsibility of profit can be fixed for each division. ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞു നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് ഇത് പറ്റില്ല. കാരണം അവിടെ ഒരു കമ്പനിയിൽ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് നമുക്ക് ഒരിക്കലും ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ഫങ്ഷണൽ സ്ട്രക്ചറിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയാം. കാരണം എന്താ, ഇവിടെ ഇപ്പൊ സിമെന്റ് ഡിവിഷനോട് പറയാം നിങ്ങൾ ഈ വർഷം ഏൺ ചെയ്യേണ്ടത് 500 കോടിയാണ് പ്രോഫിറ്റ്. ഇനി ഫുഡ് ഡിവിഷനോട് പറയാം നിങ്ങൾ ഈ വർഷം ഉണ്ടാക്കേണ്ടത് 50 കോടി പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ്. സോ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് ഫോർ ഈച്ച് ഡിവിഷൻ. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി. തേർഡ് വൺ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, quick decision making is possible. Each division is autonomous unit which leads to faster decision making. ഓരോ ഡിവിഷൻസും ഇൻഡിപെൻഡന്റ് ഡിവിഷൻസ് ആണ്. അല്ലാതെ ഒരിക്കലും നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഫുഡ്വെയറിന്റെ ആൾക്കാർ ഒരിക്കലും സിമെന്റിന്റെ കാര്യത്തിൽ ഇടപെടില്ല. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രക്ചറിനകത്ത് എന്ത് പറ്റും, വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആസ് ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് ഇന്ററപ്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 4 ഡിവിഷനാണുള്ളത്. സിമെന്റ്, ഫുഡ്വെയർ, പിന്നെ ടെക്സ്റ്റൈൽസ്. ഇനി നമുക്ക് ഒരു ഡിവിഷൻ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടർ കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ഡിവിഷൻസിനെ ഒന്നും അഫക്ട് ചെയ്യാതെ നമുക്കൊരു പുതിയ ഡിവിഷൻ ആഡ് ചെയ്യാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ ഡിവിഷൻ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം കമ്പനിയിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ ബാധിക്കില്ല. അതാണ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇത്രയുള്ളൂ മക്കളെ. ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ഈസിലി ആഡഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് അതർ ഡിവിഷൻസ്. അതാണ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിന്റെ പരിമിതികൾ, ഇതിന്റെ പോരായ്മകളാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ ഈ പോയിന്റുകളൊക്കെ ഒറ്റത്തവണ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടില്ല എങ്കിൽ 2 or 3 തവണ പ്ലേ ചെയ്യുക ആ ഭാഗം. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നോക്കുക. കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions. കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions. There may be conflict with different divisions regarding allocation of resources, priority, etc. ഇവിടെ വ്യത്യസ്ത ഡിവിഷൻസ് തമ്മിൽ പ്രശ്നങ്ങൾ വന്നേക്കാം, കോൺഫ്ലിക്റ്റ് വന്നേക്കാം. There may be conflict with different divisions regarding allocation of resources. ഈ വിഭവങ്ങൾ, പൈസയുടെ മറ്റ് റിസോഴ്സ് ഷെയർ ചെയ്യുന്ന സമയത്തും പ്രയോറിറ്റി, ചില ഡിവിഷൻസിന് അതിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions. നെക്സ്റ്റ്, ഹൈ കോസ്റ്റ്. ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് there may be duplication of activities across divisions. ഇവിടെ ഇത് ഹൈ കോസ്റ്റ് ആണ്, ഇവിടെ ചെലവേറിയ ഒരു സ്ട്രക്ചർ ആണ്.
അതിന്റെ റീസൺ എന്താ? ഇവിടെ ഒരേ ഫംഗ്ഷൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ ഡിവിഷൻസിലും ചെയ്യുന്നു, മാർക്കറ്റിംഗ് എന്ന ഫംഗ്ഷൻ എല്ലാ ഡിവിഷൻസിലും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചെലവേറിയ ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് there may be duplication of activities across different divisions. Independent authority to heads. The divisional manager is independent so that he can do as he like. ഇവിടെ ഓരോ ഡിവിഷൻസും ഒരു ഇൻഡിപെൻഡന്റ് ഡിവിഷൻസ് ആണ്, ഓട്ടോണമസ് ഡിവിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോ സിമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഡിവിഷനാണ്. അപ്പൊ സിമെന്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് അതോറിറ്റി ടു ഹെഡ്സ്. ഇതിന്റെ ഓരോ ഡിവിഷണൽ ഹെഡിനും അവർ ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ്. അപ്പം അവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് ഒക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവരവരുടെ ഡിവിഷൻസിനെ വളരെ പെർഫെക്റ്റ് ആക്കുന്ന തീരുമാനങ്ങൾ എടുത്തേക്കാം. മറ്റ് ഡിവിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യോ? ഇപ്പൊ എന്താണ് നേരത്തെ എക്സാമ്പിളിനകത്ത് സിമെന്റിന്റെ ഹെഡ് എന്താണ് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും മറ്റ് ഡിവിഷൻസിനെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കൺസിഡർ ചെയ്യില്ല. സിമെന്റിന്റെ ഹെഡ് എന്തിനു മാത്രം ശ്രമിക്കും? സിമെന്റ് എന്ന് പറയുന്ന ഡിവിഷൻ വളരെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി ടു ഹെഡ്സ്. ദ ഡിവിഷണൽ മാനേജേഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് സോ ദാറ്റ് ഹി ക്യാൻ ഡു ആസ് ഹി ലൈക്സ്. നോട്ട് സ്യൂട്ടബിൾ ടു സ്മോൾ ഫേംസ്. ഇത് ചെറിയ ബിസിനസ് യൂണിറ്റിനൊന്നും സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊന്നും ഒരിക്കലും സ്യൂട്ടബിൾ ഇതൊക്കെ ഒരു പരീക്ഷയ്ക്ക് ഒരു പോയിന്റ് പഠിക്കുന്നതേ ഉള്ളൂ. നോട്ട് സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ് യൂണിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഇത്ര പേര് കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഇറ്റ് ലീഡ്സ് ടു പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. It helps in fixing responsibility. Quick decision making is possible. Facilitate expansion and growth. അപ്പം ഇത് നമ്മുടെ ഓവറോൾ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ആ ചിത്രം ഉണ്ടായിരിക്കണം. MDയുടെ അണ്ടറിൽ 4 ഡിവിഷൻസ് സിമെന്റ്. ആ ചിത്രം നിങ്ങളൊന്ന് വരച്ചെടുത്ത് മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. ഒന്നാമത്തത് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഓരോ ആൾക്കാരും അവരവരുടെ പ്രൊഡക്റ്റുകളിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നു. ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാനേജിംഗ് ഡയറക്ടർക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ ഡിവിഷനും ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. ഓരോ ഡിവിഷൻസും ഇൻഡിപെൻഡന്റ് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. നാലാമത്തത് ഫെസിലിറ്റേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഫെസിലിറ്റേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ മീൻസ് ന്യൂ ഡിവിഷൻ ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് ഇൻഫ്ലുവൻസിങ് അതർ ഡിവിഷൻസ്. പുതിയ ഒരു ബിസിനസ് നമുക്ക് മറ്റു ബിസിനസ്സിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ തന്നെ ആരംഭിക്കാം. ഇനി ഡിസഡ്വാൻറ്റേജുകൾ: കോൺഫ്ലിക്റ്റ് മേ അറൈസ് എമംഗ് ഡിഫറെന്റ് ഡിവിഷൻസ്. വ്യത്യസ്ത ഡിവിഷൻസിൽ ഈ ഫണ്ട് അലോക്കേഷനൊക്കെ മെറ്റീരിയൽ റിസോഴ്സ് അലോക്കേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേക്കാം. ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ഇത് വളരെ ചെലവേറിയതാണ്. റീസൺ എന്താ? ഡ്യൂ ടു ഡ്യൂപ്ലിക്കേഷൻ. ഇൻഡിപെൻഡന്റ് അതോറിറ്റി ടു ഹെഡ്സ്. നോട്ട് സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ പഠിച്ചതിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഒരു കാര്യം കൂടി ഉണ്ട്, സ്യൂട്ടബിലിറ്റി ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ സ്യൂട്ടബിൾ ആണ് എന്നതാണ്. ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നതാണ് സ്യൂട്ടബിലിറ്റി ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. where a large variety of products are manufactured. കമ്പനികൾ കുറേ അല്ലെങ്കിൽ ലാർജ് വെറൈറ്റി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തത് where an organization works in various parts of the country. ഒരു കമ്പനി ഒരു രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ SBIയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, SBI എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബാങ്കാണ് SBI. അപ്പൊ അങ്ങനെയുള്ള അതൊരു ബിസിനസ് യൂണിറ്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ SBIക്ക് ഉണ്ട് എന്താണ് പിന്നെ ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. അതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്ത് റീജിയൻ, നോർത്ത് റീജിയൻ, അതിനകത്ത് കുറെ ഏരിയാസ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യമാകെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കമ്പനികൾക്കും ഇത് ആവശ്യമാണ്. ഗ്രോയിങ് കമ്പനീസ് വിച്ച് പ്ലാൻ ടു ആഡ് മോർ ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ഫ്യൂച്ചർ. വളർന്നു വരുന്ന കമ്പനികൾ, അതായത് വരുന്ന ഭാവിയിൽ പുതിയ പ്രൊഡക്റ്റുകൾ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള കമ്പനികൾക്കും. ഗ്രോയിങ് കമ്പനീസ് വിച്ച് പ്ലാൻ ടു ആഡ് മോർ ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ഫ്യൂച്ചർ.
അപ്പോൾ ഭാവിയിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കമ്പനികൾക്കും ഏത് സ്ട്രക്ചറാണ് സ്യൂട്ടബിൾ? ഡിവിഷണൽ സ്ട്രക്ചറാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യം മീനിങ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി. അപ്പോൾ ബാക്കി ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. 2, 3, 4, 5 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. താങ്ക് യു.